Hello and welcome to the first episode of Impromptu with Pooja. അപ്പം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ലൈഫ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ ജസ്റ്റ് ഒരു ഗിസ്റ്റ് തരാൻ, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കണ്ടൻറ്റൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്, ചിലത് അധികം രക്ഷപ്പെട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ എല്ലാം ഞാൻ പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ടുണ്ട്. മീൻസ് ഐ ഡെൻറ്റ് സീ എ റീസൺ ടു പെർസ്യൂ ദാറ്റ്. അപ്പം ഞാൻ ഇപ്പോൾ കോമഡി റീൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇൻഫർമേറ്റീവ് കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട് ഗേവ് മീ ദ പുഷ് ടു മൂവ് ഫോർവേഡ്. നമുക്ക് മുന്നോട്ട് അതുമായിട്ട് പോകാനൊരു സ്ട്രോങ് റീസൺ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ദർ ഇസ് വൺ തിങ്. എൻ്റെ ജീവിതത്തിൽ, ഓബ്വിയസ്ലി എല്ലാവരുടെയും ജീവിതത്തിലെ പോലെ, ഐ ഹാഡ് മൈ ഫെയർ ഷെയർ ഓഫ് സ്ട്രഗിൾസ്. നൗ ദാറ്റ് ഐ ലുക്ക് ബാക്ക് അറ്റ് ഇറ്റ്, മറ്റുള്ളവരെ അതിനെ സ്ട്രഗിൾ എന്ന് വിളിക്കാം, പക്ഷേ എനിക്കത് വലിയ സ്ട്രഗിളായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും എനിക്കത് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. മേ ബി ചില ഇൻസൈറ്റ്സ്, ചില കാഴ്ചപ്പാടുകൾ. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ മോട്ടോ എന്ന് പറയുന്നത്, നമ്മളെ കൊണ്ട് മനസ്സാവാച കർമ്മണ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം വി നോ ലോകത്ത് ഒരുപാട് പെയിൻ, ഒരുപാട് സഫറിങ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസൈറ്റ്സ് എന്നെ ഹെൽപ്പ് ചെയ്തു ആ സഫറിങ്ങിൽ നിന്ന് ഡിറ്റാച്ച്, ആ സഫറിങ്ങിൽ നിന്ന് വാട്ട് ഷുഡ് ഐ സേ, സഫറിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ, ഒരു വളരെ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അതിനെപ്പറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻസൈറ്റ്സ് എന്നെ സഹായിച്ചു. സോ ഐ തോട്ട് വൈ നോട്ട് ഷെയർ ദാറ്റ് വിത്ത് ദി അതേഴ്സ്. സി, ഞാൻ ഭയങ്കര സൈക്കോ തെറാപ്പിസ്റ്റോ അതൊന്നും അല്ല. കുറച്ച് കോമൺ സെൻസ് ഉണ്ട് എന്ന് എനിക്ക്, കോമൺ സെൻസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ മേ ബി വാട്ട് ഇഫ് ഇറ്റ് ഹെൽപ്സ് എ ഫ്യൂ പീപ്പിൾ അല്ലേ. സ്റ്റാർട്ടിങ് വിത്ത്, അപ്പോൾ ഇന്ന് ഞാൻ, ആസ് ദ നെയിം ഗോസ്, ഇറ്റ്സ് ഇംപ്രോംപ്റ്റു വിത്ത് മീ. I don't know where this goes, but I think it contains something that might help you. So ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിന്തകളെ പറ്റിയിട്ടാണ്. വെരി ബേസിക് തിങ്. അപ്പം ചിന്തകളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്ഭവം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ വിശ്വസിക്കുന്ന ചിന്തകളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്ഭവം. സ്റ്റാർട്ടിങ് വിത്ത് ഒരു ഡീബങ്കിങ് ബേസിക് മിസ്കൺസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ചിന്തകൾ വളരെ പേഴ്സണലാണ്. അതായത് എനിക്കുണ്ടാവുന്ന ചിന്ത വേറെ ആർക്കും പ്രത്യേകിച്ച് ഉണ്ടാവുന്നില്ല. എൻ്റെ യുണീക്ക് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഫോർമായി വന്ന ഒരു ചിന്തയാണ് എൻ്റേത്. ലെറ്റ്സ് സേ ഐ എം ഫീലിംഗ് വെരി ലോൺലി. എനിക്ക് ഭയങ്കര ഒറ്റപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആരും എന്നെ കെയർ ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, അതിനുള്ളതൊന്നും എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങളെടുത്തു, ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ആൻഡ് ദെയർ ഇസ് നോ ഹോപ്പ്. ബാക്കി എല്ലാവരും ലൈഫിൽ മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ സ്റ്റക്കാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ലൈഫിലെ പാഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ. അപ്പോൾ ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ മാത്രം ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ദിസ് ഇസ് ഹൗ ഐ സീ ഇറ്റ്. ഞാൻ ഇങ്ങനെയാണ് ചിന്തകളെ കാണുന്നത്. നമ്മുടെ വായുവിലെ എയർ മോളിക്യൂൾസ് ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സ്പേസിലെ എയർ മോളിക്യൂൾസ് ഇല്ലേ, അതേപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തകൾ, തോട്ട്സ്. അതിങ്ങനെ ഡിസ്പേഴ്സ് ആയി കിടക്കുകയാണ് യൂണിവേഴ്സ് മൊത്തം. ഓക്കെ, പല രീതിയിലും, ഫോമിലും, എനർജിയിലും, ഫ്രീക്വൻസിയിലും ഒക്കെ ഉള്ള തോട്ട്സ് ഇങ്ങനെ എയർ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. ലെറ്റ്സ് ഇന്ന് നിങ്ങൾ ഓഫ് മൂഡിലാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കാത്ത എന്തോ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നടന്നു. പെട്ടെന്ന് അതുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ചിന്തകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രോസസ്സ്. നിങ്ങൾ മര്യാദയ്ക്കിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടക്കുന്നു. അപ്പോൾ അതിനോട് റെസണേറ്റ് ചെയ്യുന്ന, അപ്പോൾ നിങ്ങളുടെ ഈ ഫ്രീക്വൻസി ഡിറ്റക്റ്റ് ചെയ്ത് അതുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന ഒരു തോട്ട് നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു, 1 മെസ്സേജ് അയച്ചു, 2 മെസ്സേജ് അയച്ചു, 3 മെസ്സേജ് അയച്ചു. അവർ സീനാക്കി, അവർ റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല.
അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഡൗൺ ആണ്. ആ ഒരു ഇമോഷനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിലുള്ള ഒരു തോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു. അവർക്ക് എന്നോട് മിണ്ടാൻ താല്പര്യമില്ല. ഒരു ദുർബല നിമിഷത്തിൽ നിങ്ങൾ ഈ തോട്ട് വിശ്വസിച്ച് പോയി. ഈ വിശ്വാസമാണ് ഈ ചിന്തയെ നിങ്ങളുടേതാക്കി മാറ്റുന്നത്. അതായത് നിങ്ങൾക്കൊരു ബന്ധമില്ലാതിരുന്ന ഒരു പുറത്തുള്ള ഒരു എൻറ്റിറ്റി നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടേതായി മാറുകയാണ്. ഇനി വേറൊരു യൂണിവേഴ്സൽ ലോ ഉണ്ട്. അതായത് യത് ഭാവാത് തത് ഭവതി എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത്. നിങ്ങൾ ഈ ചിന്തയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അംഗീകരിക്കാത്ത, നിങ്ങളോട് മിണ്ടാൻ താല്പര്യമില്ലാത്ത ഒരു ഫ്രണ്ടിനെ മാത്രമേ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, ഈ വിശ്വാസം മാറുന്നത് വരെ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കാതിരിക്കണോ? അവരിൽ നിന്നൊരു റിപ്ലൈ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കണോ? അല്ലെങ്കിൽ എന്താ നമ്മൾ പുറത്തോട്ടുള്ളൊരു മാർഗം? ഇതിന് പുറത്തോട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് റിയാലിറ്റി ചെക്ക് ആണ്. റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പറയുന്ന തോട്ട് സത്യമാണോ എന്നുള്ള അന്വേഷണം. സോ ഈ ഒരു സംഭവത്തിൽ ഒരുപാട് അറ്റംപ്റ്റ്സ്, നമ്മുടെ ഈ തോട്ട് റിയൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം ബൈറൺ കേറ്റിയുടെ ദ വർക്ക് എന്ന് പറയുന്ന മെത്തേഡാണ്. സോ യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ദ വർക്ക് ബൈറൺ കേറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത്, ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെത്തേഡ് ഫ്ലോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. ബേസിക്കലി ഇറ്റ് ഇസ് ദിസ്: an unquestioned mind will always be full of suffering. നമ്മളുടെ ചിന്തകളെ, മനസ്സിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അതിലൊരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആസ് ഐ സെഡ്, നിങ്ങളുടെ മനസ്സിൽ വിസിറ്റർ മാത്രമായിട്ടുള്ള ഒരു ചിന്തയെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഒരു റിയാലിറ്റി ചെക്ക് നടത്തും. അവർക്ക് ശരിക്കും എന്നോട് മിണ്ടാൻ താല്പര്യമില്ലേ? അപ്പോൾ ടു ബി ഓണസ്റ്റ്, ഐ ക്യാൻ നെവർ നോ. അതായത് അവർക്ക് നമ്മളോട് മിണ്ടാൻ വേണ്ടി താല്പര്യം ഇല്ലാതിരുന്നിട്ടും ഗതികേട് കൊണ്ട് നമ്മളോട് മിണ്ടുന്ന എത്ര ആൾക്കാരുണ്ട്. ലെറ്റ്സ് സേ നിങ്ങളുടെ കോവർക്കർ, അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് താല്പര്യം ഒന്നും ഉണ്ടായിരിക്കത്തില്ല, ബട്ട് ഡെയിലി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ഓബ്വിയസ്ലി അവർക്ക് നിങ്ങളോട് മിണ്ടിയേ പറ്റുള്ളൂ. ഇനി നിങ്ങളോട് മിണ്ടാൻ ഒരുപാട് താല്പര്യം ഉണ്ടായിട്ട് മിണ്ടാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ ജോലി തിരക്ക് കാരണം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം കാരണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കൺസ്യൂം, അവർ ചിലപ്പോൾ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ടായിരിക്കും. മേ ബി ദേ ഡോണ്ട് ഗെറ്റ് ദ ടൈം ഓർ കൺവീനിയൻസ് ടു റീച്ച് ഔട്ട് ടു യു. സോ അവർ ആ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ എന്താ തരാത്തതെന്നുള്ള ഓബ്വിയസ്ലി എനിക്കൊരിക്കലും അറിയാനൊക്കത്തില്ല. അപ്പോൾ അവർക്ക് താല്പര്യം ഇല്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു വേഗ് അസംഷൻ മാത്രം ആണ്. അതിനെ ഞാൻ വിശ്വസിക്കുന്നതോടുകൂടി എന്നെ ഇഷ്ടമില്ലാത്ത, എന്നോട് താല്പര്യമില്ലാത്ത ഒരു ഫ്രണ്ടിൻ്റെ ഇമേജ് എൻ്റെ മനസ്സിൽ ഓൾറെഡി ഫോർമുലേറ്റ് ആയി കഴിഞ്ഞു. സോ ദ ക്രക്സ് ഓഫ് ദ മാറ്റർ ഇസ്, whenever you get a thought that upsets you, question it. നിങ്ങളെ അപ്സെറ്റ് ചെയ്യുന്ന എന്തൊരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യുക. വേണമെങ്കിൽ ബൈറൺ കേറ്റിയുടെ ദ വർക്കിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ അതാക്കാം. മേ ബി ഇറ്റ് ഹെൽപ്സ് യു. I will definitely help you. So stay tuned. Thanks for watching and take care. Bye.